KSRTC മിനിസ്റ്റർ KB ഗണേഷ് കുമാർ സാർ കാണുകയാണെങ്കിൽ സാറിനോടാണ് നെടുമങ്ങാട് പാലോട് വിതിര ഡിപ്പോകളിൽ ഏതെങ്കിലും വണ്ടിയിൽ ആക്സിഡന്റ് ഊരിപ്പോവുകയാണെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കുഴികളിൽ ഒന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് KSRTCയുടെ മാത്രം വിഷയമല്ല കേട്ടോ, ഈ വഴി പോകുന്ന എല്ലാ വണ്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വളവ് കണ്ടപ്പോൾ ഏകദേശം ഉള്ളവർക്ക് മനസ്സിലായി കാണും, എന്നാലും ഞാൻ മനസ്സിലാവാത്തവർ പറഞ്ഞുതരാം. നമ്മുടെ നെടുമങ്ങാട് നിന്ന് പാലോട് പോകുമ്പോൾ കൊല്ലങ്കാവ് ജംഗ്ഷൻ എത്തുമ്പോൾ ഒരു വളവുണ്ട്, ആ വളവിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. വളവായതുകൊണ്ട് എത്ര വെട്ടിച്ച് പോയാലും ഈ കുഴി ഇറങ്ങാതെ നമുക്ക് ഈ വഴി പോകാൻ പറ്റൂല കേട്ടോ. തമിഴ്നാട് ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള പല ജോലികൾക്ക് ആവശ്യങ്ങൾക്കായിട്ടെല്ലാം പോകുന്ന ഒരു റോഡാണ്. എന്നും നിരവധി വണ്ടികളാണ് തന്നെ ഇതിലെ പോകുന്നത്. എന്നാൽ എല്ലാവരും എല്ലാ ദിവസവും ഈ കുഴി വീണിട്ട് തന്നെയാണ് ജോലിക്കും പല ആവശ്യങ്ങൾക്കും പോകുന്നത്. വലിയമല ISRO ഇതിന്റെ തൊട്ടടുത്തായതുകൊണ്ട് അവിടെ ഇടയ്ക്കൊക്കെ കൊടികുത്തി ISRO ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ മന്ത്രിമാരും MLA-മാരൊക്കെ വരുന്നത്. അവരൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ആഡംബരം കാണിച്ചാണ് ഇവിടെ റോഡ് വൃത്തിയാക്കുന്നത്. JCB വരുന്നു, ഹിറ്റാച്ചി വരുന്നു, ഒരു ബഹളം തന്നെ. അതേപോലെ തന്നെ ഇതേപോലത്തെ കുറച്ച് കീലും കൊണ്ട് അവിടെ ഒഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവരും പോകും, അതിന്റെ പിറകെ ഈ ടാറും അങ്ങ് പോകും. നമ്മൾ നെടുമങ്ങാടുകാർ എത്രയോ നാൾ കൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നമാണെന്നോ ഇത്. നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയായ റിയാസ് സാറെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സാറേ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന പൊന്മുടി ഈ റോഡിലാണുള്ളത്. അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഈ വഴി പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഈ വഴി പോകുമ്പോൾ ഇവിടുത്തെ റോഡുകൾ വളരെ മോശമാണെന്ന് അവരെല്ലാം കമന്റ് ചെയ്യുള്ളൂ. ഈ റോഡ് ഇത്രയും മോശമാവാൻ അവസ്ഥയിലുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ഒരു ഓടയില്ല. ഈ മേളിൽ കാണുന്ന റോഡിൽ നിന്ന് വെള്ളം അത്രയും ഒലിച്ചത് ഈ ഭാഗത്താണ് വന്നിറങ്ങുന്നത്. മനുഷ്യന് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഹെൽമെറ്റ് വയ്ക്കാത്തവരെ സീൽപ്പെറ്റ് ഇടാത്തവരെ പെറ്റിയടിക്കുന്നത്. അതേ ശുഷ്കാന്ത് ഈ കാണുന്ന റോഡൊന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മുടെ വണ്ടിയും നമ്മുടെ നട്ടലും ഒന്ന് സുരക്ഷിതമായേനെ. ഈ കൊല്ലങ്കാവിലെ വളവിന് എന്ന് വൃത്തിയാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. എന്നാലും അധികാരികളെ കണ്ണു തുറപ്പിക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു.